പ്രചരണം ശക്തമാക്കി മങ്കട മണ്ഡലം യു.ഡി.എഫ് സ്ഥാനാർത്ഥി മഞ്ഞളാംകുഴി അലി എം.എൽ.എ. സർക്കാരിനെ തൂത്തെറിഞ്ഞില്ലെങ്കിൽ പാർട്ടി ഇല്ലാതാകുമെന്ന ആശങ്കയിലാണ് CPM അണികൾ. മുസ്ലിം ലീഗിൽ നിന്ന് പോയി ഇടതു പിന്തുണയോടെ മത്സരിക്കുന്ന എതിർ സ്ഥാനാർത്ഥിക്ക് യു.ഡി.എഫിന്റെ വോട്ടുകൾ ഒരിക്കലും ലഭിക്കാൻ ഇടയില്ലെന്ന് മഞ്ഞളാംകുഴി അലി എം.എൽ.എ. പറഞ്ഞു. മങ്കടയിൽ യു.ഡി.എഫ് സർവ്വസജ്ജമാണെന്ന് നേതാക്കളും പറഞ്ഞു. നമ്മൾ തുടങ്ങിയ അതേ രീതിയിൽ തന്നെ വളരെ ഉഷാറായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും നേരിടുന്നില്ല. ജനങ്ങളുമായി കുറേ വർഷങ്ങളുടെ ബന്ധമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മുക്കുമൂലം അറിയാം, അവർക്ക് കൃത്യമായിട്ട് ഞാൻ എങ്ങനെയാണെന്ന് അറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും വളരെ സഹകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ പ്രശ്നങ്ങൾ ഇലക്ഷനിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളിലും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ വിജയിക്കുന്നതന്നെയാണ് എല്ലാ ആൾക്കാരും ഞങ്ങളോട് പറയുന്നത്. കേരളത്തിന്റെ മണ്ണിൽ മെയ് മാസം 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ഒരു പുതിയ സർക്കാർ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അതിൽ മങ്കടയുടെ ജനപ്രതിനിധിയായി അദ്ദേഹം മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും എന്ന കാര്യമാണ് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെ മങ്കട മണ്ഡലത്തിൽ ശക്തമായ പ്രചരണത്തിലാണ് UDF സ്ഥാനാർത്ഥി മഞ്ഞളാംകുഴി അലി. പര്യടന കേന്ദ്രത്തിൽ വൻ വരവേൽപ്പാണ് മഞ്ഞളാംകുഴി അലി MLA-ക്ക് ലഭിക്കുന്നത്. മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ വിവരിച്ചും ഇനി നടപ്പാക്കേണ്ട കാര്യങ്ങൾ ജനങ്ങളുമായി സംവദിച്ചുമാണ് സ്ഥാനാർത്ഥിയുടെ പ്രചരണം. 244 റോഡുകൾ നിർമ്മിച്ചു. ചെറുതും വലുതുമായിട്ടുള്ള റോഡ് 42 കോടിയുണ്ട്, 3 കോടിയുണ്ട്, 5 കോടിയുണ്ട്. അങ്ങനെ പല കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ കുറേയധികം റോഡുകൾ, 2 ലക്ഷത്തിൻ്റെ റോഡുണ്ട്. ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മുടെ ഇവിടുത്തെ നേതാക്കന്മാർ, പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്തിൻ്റെ മറ്റുള്ള പാർട്ടിയുടെ പ്രവർത്തകർ, അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പറൊക്കെ ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത്. മുസ്ലിം ലീഗിൽ നിന്ന് പോയി ഇടതു പിന്തുണയോടെ മത്സരിക്കുന്ന എതിർ സ്ഥാനാർത്ഥിക്ക് UDF-ന്റെ വോട്ടുകൾ ഒരിക്കലും ലഭിക്കാൻ ഇടയില്ലെന്ന് മഞ്ഞളാംകുഴി അലി MLA പറഞ്ഞു. UDF ആണ്, കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ഉണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിൽ നിന്ന് ഒരാൾ പോയി അപ്പുറത്ത് മത്സരിക്കുമ്പോൾ അത് ഈ പാർട്ടിയോട് കാണിക്കുന്ന ഒരു തെറ്റായിട്ടുള്ളൊരു നയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രവർത്തകർ മുഴുവനും ഡബിൾ സ്ട്രോങ് ആയിട്ടാണ് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അതൊരു വലിയൊരു പ്രവർത്തനമാണ് ഇവിടെ പ്രാവശ്യം കാഴ്ചവെക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സർക്കാരിനെ തൂത്തെറിഞ്ഞില്ലെങ്കിൽ പാർട്ടി ഇല്ലാതാകുമെന്ന ആശങ്കയിലാണ് CPM പ്രവർത്തകർ. ഈ തെരഞ്ഞെടുപ്പിൽ CPM അണികളിൽ നിർജീവത കാണുന്നുവെന്നും UDF-ന് അനുകൂലമായ സ്ഥിതിവിശേഷമാണുള്ളതെന്നും മഞ്ഞളാംകുഴി അലി പറഞ്ഞു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട CPM-ന്റെ പ്രദേശങ്ങളിലൊക്കെ ഒരുതരം നിർജീവതയാണ് അനുഭവപ്പെടുന്നത്. വളരെ മോശമായിട്ടാണ് അടുത്ത പ്രവർത്തനം നടക്കുന്നത്. അവരൊക്കെ പറയുന്നത് സ്വകാര്യമായിട്ട് ഈ പ്രാവശ്യം ഞങ്ങൾ UDF-നെ വോട്ട് ചെയ്യുക, കാരണം LDF ആയിട്ട് മാറിയിട്ട് UDF-ലേക്ക് വരുമെന്നല്ല. അവർ പറയുന്നത് ഞങ്ങൾ നിർബന്ധമായും ഈ LDF-ൽ നിന്നുകൊണ്ട് തന്നെ UDF-ന് വോട്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സർക്കാരിനെ ഇവിടുന്ന് തൂത്തെറിയണമെന്നാണ്. സർക്കാരിനെ തൂത്തെറിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് അവരുടെ പാർട്ടി നഷ്ടപ്പെടുന്ന അവർ പറയുന്നത്. ബംഗാളിലെ പോലെയും ത്രിപുരയിലെ ഒക്കെ പോലെ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പാർട്ടി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ വലിയ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സംശയമില്ല, അവരെല്ലാവരും ഇപ്രാവശ്യം ഞങ്ങളുടെ കൂടെ തന്നെയാണ്. വളരെ വലിയ രീതിയിലുള്ള നേതാക്കന്മാർ, ഇപ്പോൾ G. സുധാകരൻ പോയി, ഐഷ പോറ്റി പോയി, കുഞ്ഞികൃഷ്ണൻ പോയി, അദ്ദേഹമൊക്കെ വളരെ വലിയ പഠനം നടത്തിയ, മാർക്സിസത്തിലൊക്കെ ഗവേഷണം നടത്തിയ ആൾക്കാരാണ് ഇവരൊക്കെ. നമ്മുടെ ഗോവിന്ദൻ മാഷ്, ഇവരൊക്കെ വലിയ വലിയ ലീഡേഴ്സാണ്. അവർ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പാർട്ടിയുടെ ഇന്നത്തെ പോക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്രാവശ്യം LDF-ന്റെയും നല്ല ആൾക്കാർ, LDF-ലുള്ള ഒരു വിഭാഗം നല്ല ആൾക്കാരുടെ വോട്ട് പോലും ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മങ്കട മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പദ്ധതികൾ അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF സർവ്വസജ്ജമാണ്. UDF സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് DCC ജനറൽ സെക്രട്ടറി KS അനീഷ് പറഞ്ഞു. UDF സർവസജ്ജമാണ്. തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട പ്രചരണ പരിപാടികളാണ് നടക്കുന്നത്. വളരെ വലിയ ആവേശത്തോട് കൂടിയിട്ടുള്ള വരവേൽപ്പാണ് സ്ഥാനാർത്ഥിക്ക് വിവിധങ്ങളായ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്നത്. അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ അംഗീകാരം ജനങ്ങളുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോ മഞ്ഞളാംകുഴി അലി സാഹിബ് മങ്കട കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കേരളത്തിന്റെ മണ്ണിൽ മെയ് മാസം 4-ാം തീയതി റിസൾട്ട് വരുമ്പോ ഒരു പുതിയ സർക്കാർ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അതിൽ മങ്കടയുടെ ജനപ്രതിനിധിയായി അദ്ദേഹം മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും എന്ന കാര്യമാണ് പറയാനുള്ളത്. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.